യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹമുള്ള ദൈവാനുഗ്രഹമുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയൊരു അനുഗ്രഹം നൽകാൻ കാരണമാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന നിങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായി ഓർക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ഈ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകണമേ. വചനം കേൾക്കുമ്പോൾ, ഈ വചനം വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ ഒരു ഗേറ്റ് തുറന്നു വരുന്നത് പോലെ അനുഗ്രഹം തുറന്നു വരാൻ, ജീവിതത്തിലേക്ക് ചില നന്മകൾ തുറന്നു വരാൻ കർത്താവെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ദൈവവചനം ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാം. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. തോബിത്തിൻ്റെ പുസ്തകം 4:19. ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക, എപ്പോഴും സ്തുതിക്കുക, നന്ദി പറയുക. നിന്റെ പാതകൾ നേരെയാകാനും നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കാനും അവിടുത്തോട് പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാ ദിവസവും ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു നല്ല കാര്യമാണ്, ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ പാതകൾ അനുഗ്രഹമുള്ളതായി മാറും, എൻ്റെ ജീവിതം വെളിച്ചമുള്ളതായി മാറും. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം അനുഭവിക്കാൻ തുടങ്ങും. ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവമായ കർത്താവിനെ എപ്പോഴും വാഴ്ത്തുക. നമ്മളൊരു ദിവസം പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ കുറച്ചു നേരം ദൈവത്തെ നന്ദി പറയുന്നത് ഒത്തിരി നല്ലതാണ്. നന്ദി പറയുക. ദൈവമേ, നന്ദി പറയുന്നു, എന്നെ ജീവിതത്തെ നയിച്ചതിന്, പരിപാലിച്ചതിന്, അനുഗ്രഹിച്ചതിന് ഒക്കെ നന്ദി പറയണം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. 2, എന്തിനാണെന്നറിയാമോ? നിന്റെ പാതകൾ നേരെയാകും. അടുത്തതാണ്, നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി ഭവിക്കും. നനയ്ക്കുക എന്ന് പറഞ്ഞാൽ നീ ആഗ്രഹിക്കുന്ന കാര്യം, നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് ശുഭമായി മനോഹരമായത് മാറും. അവിടുത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് ഈ കാര്യം ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഏതാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വിഷയം? എന്താണ് നാളുകളായി നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ഏത് കാര്യമാണൊന്ന് നടന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് നനയ്ക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്? ആ കാര്യം ആഗ്രഹിച്ചത് ലഭിക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ എഴുതിയിട്ടുണ്ട്, നീ നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമാകുവാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ആഗ്രഹിക്കുന്ന കാര്യം ജീവിതത്തിൽ ഒരു നന്മയായി വെളിപ്പെടാൻ ബുദ്ധി കൊണ്ട് കുറേ അധ്വാനിച്ചിട്ട് കാര്യമില്ല, കുറേ ടെൻഷനായിട്ട് കാര്യമില്ല. ആ ഒരു കാര്യത്തെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി ഈ വചനത്തിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പാതകൾ, നിങ്ങളുടെ ജീവിതം നിങ്ങൾക്കൊരനുഗ്രഹമാകട്ടെ. അതോടൊപ്പം നനയ്ക്കുന്ന കാര്യങ്ങൾ, അതാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, ആഗ്രഹിച്ചു ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾ, അത് ദൈവാനുഗ്രഹമായത് മാറും, ദൈവാനുഗ്രഹമായത് മാറും. നിങ്ങളുടെ കുടുംബം കുറെ കൂടി അനുഗ്രഹത്തിലേക്ക് വരാൻ തുടങ്ങും. നീ അവിടുത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്നവർ, വചനം അയച്ചു കൊടുക്കുന്നവർ, ഈ ദൈവരാജ്യ ശുശ്രൂഷയെ പ്രാർത്ഥനയോടെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം അനുഗ്രഹമാകുവാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷം നിന്ന് നിറയാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ
ദൈവാനുഗ്രഹമുള്ള കാര്യങ്ങൾ സംഭവിക്കുവാൻ, നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വരുന്ന വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. ദൂരെ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ദിവസം ഇവിടെ വന്ന് ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സാഹചര്യം അനുകൂലമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഏതായാലും ഞങ്ങളെല്ലാ ദിവസവും പ്രിയപ്പെട്ടവരായ നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് അനുഗ്രഹമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ഞങ്ങൾ വിശ്വസിക്കുന്നു അനുഗ്രഹമാണെന്ന്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ ഇരിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ സമർപ്പിക്കുന്നു, ഈ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. വിവിധ നിലകളിൽ വേദനിക്കുന്ന ഇവരുടെ അവസ്ഥയെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു. ഇവരുടെ തലമുറയെ ദൈവകരങ്ങളിൽ കൊടുക്കുന്നു. ഏതു കാര്യമാണ് ഇവർക്ക് ദൈവികമായ വിടുതലിന് കാരണമാകേണ്ടത്, അനുഗ്രഹത്തിന് കാരണമാകേണ്ടത്, ആ വിഷയത്തെ പ്രാർത്ഥനയിൽ തരുന്നു. ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഓരോ ദിവസവും ഞങ്ങളോട് സംസാരിക്കുന്ന വചനമാക്കിയത് മാറ്റുന്നതിന് നന്ദി പറയുന്നു. രോഗികളെ സൗഖ്യമാക്കണമേ. തിന്മയുടെയും അന്ധകാരത്തിൻ്റെയും പൈശാചിക പീഡകളുടെയും ബന്ധനത്തിൽ കഴിയുന്നവരെ വിടുവിക്കണമേ. വിവിധ തരത്തിലുള്ള കേസുകളിലും മറ്റും പെട്ട് ആകെ ജീവിതം താറുമാറായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ മാരക രോഗങ്ങളാൽ പിടിപെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ആകെ മരണത്തെ മുന്നിൽ കണ്ട അവസ്ഥയിൽ കഴിയുന്നവരുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് കേട്ട വചനം നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നനയ്ക്കുന്ന കാര്യങ്ങൾ ശുഭമായി തീരുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും എല്ലാം സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും തരട്ടെ. ദൈവം അനുഗ്രഹിച്ചു നൽകുന്ന സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. ദൈവാനുഗ്രഹമായി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ വചനം ഇന്ന് പല പ്രാവശ്യം കേൾക്കുക. ഈ വചനം സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. ഇന്ന് ആദ്യമായി കേൾക്കുന്നവരുണ്ട്. ഈ വചനം ഇന്ന് എന്നോട് സംസാരിച്ച പോലെ തോന്നുന്നവരുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നാളെയും നമുക്ക് 5:30 ഒരുമിച്ച് കാണാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.